സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം നമ്മുടെ അടുത്തുണ്ടെന്നും ദൈവം നമ്മുടെ ഹൃദയവിചാരങ്ങൾ അറിയുന്നുവെന്നും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും അറിയുക. ശ്രദ്ധിക്കുക. സദൃശവാക്യം ഇപ്രകാരം പറയുന്നു: മനുഷ്യൻ്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ആകയാൽ പ്രിയരെ, നമുക്ക് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത് തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുമായുള്ള ഞങ്ങളുടെ നിരന്തരമായ കൂട്ടായ്മയെക്കുറിച്ച് ബോധവാന്മാരായി എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ പൈതൽ എന്ന നിലയിൽ ഞാൻ താഴ്മയോടെ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അങ്ങയുടെ ചിറകുകളുടെ മറവിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ വിശ്രമിക്കാൻ കഴിഞ്ഞതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതാ എൻ്റെ ഹൃദയം, എന്നെ ശോധന ചെയ്തറിയണമേ. അങ്ങയുടെ അടുത്തായിരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എൻ്റെ ജീവിതത്തിലെ ഏത് കാര്യമാണോ അതെനിക്ക് കാണിച്ചു തരണമേ. ദൈവമേ, എന്നെ ശോധന ചെയ്തറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ ഉത്കണ്ഠാകുലമായ ചിന്തകളെ അറിയണമേ. എന്നിൽ എന്തെങ്കിലും ദുഷ്കരമായ വഴിയുണ്ടോ എന്ന് നോക്കണമേ. ശാശ്വതമായ വഴിയിൽ എന്നെ നടത്തണമേ. എൻ്റെ ഹൃദയത്തിൽ ക്ഷമിക്കാതിരിക്കുന്ന മനസ്സോ അഹങ്കാരമോ ഉണ്ടോ എന്ന് എനിക്ക് കാണിച്ചു തരണമേ. ദൈവമേ, എന്നിലൊരു നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് എൻ്റെ ഉള്ളിലൊരു സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് നൽകണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനെ എനിക്ക് നൽകണമേ. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങയോടും അങ്ങയുടെ വഴികളോടും യോജിക്കാത്ത എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വമേധയാ അനുവദിച്ച എന്തും ഞാൻ കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, ഞാൻ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഭാരങ്ങളും അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്നതിനായി നന്ദിയേകുന്നു. കർത്താവേ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കാനായി കാൽവരിയിൽ ക്രൂശിൽ ജീവൻ നൽകി രക്ഷിച്ചതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങിൽ എനിക്ക് വിജയമുണ്ട്. അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. യേശുവിൻ്റെ അതിശ്രേഷ്ഠതയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 84. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിലൊരു വീടും മിവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യർ ഭാഗ്യവാന്മാർ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരിയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയപൂർണ്ണമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, നോക്കണമേ. നിൻ്റെ അഭിഷിക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.